ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, മട്ടൻ കപ്സ. അതിലേക്ക് മട്ടൻ്റെ 2 കൈ എടുത്തിട്ടുണ്ട്, കൈ പീസ്. അതിന് ചെറുതായിട്ടൊന്ന് വെട്ടിച്ചുണ്ടാക്കി നല്ല വൃത്തി കഴുകുക, അടുപ്പിലോട്ട് വെച്ച് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം അതിലോട്ട് നമുക്ക് മസാല ഒക്കെ ഇടുക. കഴുകി ഫ്രഷാക്കിയതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മസാല എന്തെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, അറബി മസാല, ഉണക്കനാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, ക്യാപ്സിക്കം, പട്ട, ഏലക്ക, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് മട്ടൻ തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ കൂടി ഇട്ട് മസാല ഇടാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നല്ല വേകണം കേട്ടോ. നമ്മുടെ കണക്കിന് ഒരു 3/4 മണിക്കൂർ അടുപ്പിൽ കിടക്കണം. അത് കണക്കാക്കിയേ നമുക്ക് എടുക്കാൻ പറ്റും. തിരിച്ച് നമുക്ക് ഓവനിൽ വെച്ചെടുക്കുന്ന സാധനമാണ് കേട്ടോ. ചോപ്പിച്ചെടുക്കണം ഒന്ന് പുഴുങ്ങിയതിന് ശേഷം. അപ്പോൾ അതിലേക്ക് ഒരു പാട്ട് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് അരിക്ക് ഞാൻ ഡബിൾ പാട്ട വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള ഐറ്റംസാണ് ഇതാ വെച്ചിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഉണക്കനാരങ്ങ, ഇല, ക്യാരറ്റ്, ബീൻസ്, പിന്നെ പട്ട ഐറ്റംസ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് കുങ്കുമപ്പൂ കളർ കിട്ടാൻ വേണ്ടി, ഇവിടെ സാഫ്രാൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്തിന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിലേക്ക് ചെമ്പ് വയ്ക്കുക, അതിൽ ഓയിൽ ഒഴിക്കുക, നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിളൊക്കെ അതിൽ കൂടെ ഇട്ട് ഉള്ളിയും എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഡബിൾ നാഴി വെള്ളം അളന്ന് വെക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഒരു മാഗി ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്, ടേസ്റ്റിനാണ്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം തിളച്ച ശേഷം നമുക്ക് അരി ഇടാം. പിന്നെ ഉപ്പ് പാകം നോക്കി ഇടാം കേട്ടോ. ഞാൻ ഒരു തക്കാളി കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കണ്ടോ, തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇടാം. ഇത് അറബി സ്റ്റൈലാണ് കേട്ടോ, മട്ടൻ കപ്സ എന്ന് പറയും. അപ്പോൾ അത് റെഡി ആയതിന് ശേഷം നമുക്കിനി മട്ടനെ ഓവനിൽ വയ്ക്കേണ്ട പരിപാടി ഉണ്ട് കേട്ടോ. മട്ടൻ ചോറായിട്ടുണ്ട്. കറക്റ്റ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് ചോറാക്കിയെടുക്കാം. ചെറിയ തീയിലാണ് വയ്ക്കാനുള്ളത് കേട്ടോ, വെള്ളം കണക്കിന് വെച്ചിട്ട്. പിന്നെ കുറച്ച് സാഫ്രാൻ നേരത്തെ കലക്കി വെച്ചത് മുകളിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കളർ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിനൊന്ന് ദമ്മിട്ട് വയ്ക്കുക, ചെറിയ തീയിൽ ദമ്മിട്ട് വയ്ക്കുക. പിന്നെ അടുത്ത് നമുക്ക് മട്ടൻ പുറത്തെടുക്കുക. പുഴുങ്ങി വെച്ച മട്ടനെ പുറത്തെടുത്ത് നമുക്ക് ഓവനിൽ വെച്ചൊന്ന് കളറാക്കി എടുക്കുക. കളറെന്ന് വെച്ചാൽ അതിൽ ടൊമാറ്റോ സോസും ടൊമാറ്റോ പേസ്റ്റും കൂടെ മിക്സ് ആക്കിയതാണ്. അത് ചോപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതിനെ നമുക്ക് സോസ് ഒഴിച്ച് ഓവനിൽ വെച്ച് ഒന്ന് ചോപ്പിച്ചെടുക്കണം, ഷവായി മോഡലിൽ. ഓക്കെ, ഓവനിലോട്ട് കയറ്റിയായി. ഇനി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ മട്ടൻ ഒന്ന് ചുവന്ന് കിട്ടും. മട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നേരെ ചോറിലോട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഓൾറെഡി ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒരുമിച്ച് നമുക്ക് ചോറിലോട്ട് കയറ്റാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന മട്ടൻ അതിൽ കൂടെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. ഇതില്ലേ, സെറ്റാക്കി വയ്ക്കുക. മട്ടൻ കപ്സയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഇത് അറബി സ്റ്റൈലാണ് കേട്ടോ. ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, മല്ലിയില ചെറുതായിട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.